നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ റോളില്ലാതെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. കോർപ്പറേഷൻ ഭരണം നഷ്ടമായ ശേഷം പൊതുവേദികളിൽ സജീവമല്ലാത്ത ആര്യ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുത്ത നേമം മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിനാണ് ആദ്യമായി എത്തിയത്. പക്ഷേ കാഴ്ചക്കാരിയുടെ റോൾ മാത്രമായിരുന്നു മുൻ മേയർക്കുണ്ടായിരുന്നത്. CPM ആവേശത്തോടെ നടത്തിയ പരീക്ഷണമായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. പക്ഷേ 5 വർഷത്തെ മേയർ ഭരണത്തിനു ശേഷം ആര്യയ്ക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന്. ആര്യയുടെ ഭരണത്തോടെ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറിയതോടെ നിയമസഭയിലേക്ക് പേര് പോലും പരിഗണിച്ചില്ല. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻ മേയറോ ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. സ്ഥാനാർത്ഥി വരും മുൻപേ സ്ഥലത്തെത്തി. ഉദ്ഘാടകൻ വന്നപ്പോഴും കാഴ്ചക്കാരിയായി മൈതാനത്തെ ഒരു കോണിലേക്ക് മാറി. മുന്നണിയിലെ പ്രധാന നേതാക്കളൊക്കെ വേദിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ മേയർ അപ്പോഴും കസേരയിൽ പോലും ഇരിക്കാതെ ഒരു മൂലയിലാണ്. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറും പിന്നിട്ട് തുടർന്നതോടെ നേരം ഇരുട്ടിത്തുടങ്ങി. മടുക്കാതെ മുൻ മേയർ അവിടെ തന്നെ. ഒടുവിൽ പ്രസംഗം കഴിഞ്ഞു. എല്ലാവരും ചേർന്ന് നിയമം പ്രകടന പത്രിക പുറത്തിറക്കി. അതും കാഴ്ചക്കാരിയായി നിന്ന് കണ്ട മുൻ മേയർ MA ബേബിയും ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുൻപ് തന്നെ തിരികെ നടന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.